അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സാധനം മേടിച്ചിന്. ആദ്യമായിട്ട് അതിനെ കൊണ്ടൊരു സാധനം ആക്കുന്നുണ്ട്, ചോറ് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മൾ കണ്ണൂർ പോയാൽ മേടിച്ചതാണ്. ഒന്നുമില്ല, റൈസ് കുക്കറാണ്. ഇതാ ഇതിന് ഗ്യാസ് ചെറുങ്ങനെ വേണ്ട, പിന്നെ വിറക് വേണ്ട, കറണ്ട് വേണ്ട. അതുകൊണ്ട് നമുക്കിത് കുറേ ആളിങ്ങനെയല്ല ഇതിലാക്കിയിട്ടുള്ള ഏച്ചിയെല്ലാം ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എളുപ്പമാണെന്ന്. അപ്പം നമുക്കൊന്ന് ഇത് നോക്കാച്ചിട്ട് അങ്ങനെ മേടിച്ചിന്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ചോറ് ഇതിൽ ആക്കാച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് എളുപ്പം പണിയാക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നെങ്കിൽ ചോറ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് വേറെ പോവാലോ. ഇനിയിപ്പോൾ എത്ര സമയം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് വെന്തോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ കുറച്ച് ലേറ്റാന്ന് കേട്ടോ അറിയാൻ വേണ്ടി. അപ്പോൾ ഇതാ ഇഡ്ഡലി ചെമ്പ് പോലെ നിൽക്കുന്നു കാണുമ്പോൾ, പക്ഷേ ഇഡ്ഡലി ചെമ്പല്ല. ഇപ്പോൾ ഇതാണ് സാധനം. ഇതിലാണ് ചോറ് വെക്കേണ്ടതെന്ന് പറഞ്ഞ ഉള്ളിൽ ഒരു സ്റ്റീൽ പാത്രം. ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം വെച്ചിട്ട് വെള്ളം തിളക്കും. 1 കിലോ അരി വെക്കേണ്ട പാത്രം. 1 കിലോന്റെ പാത്രമാണ് ഇത്. വെള്ളം ഗ്യാസിൽ വെച്ച് ഒന്ന് ഒരു തിളക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് മൂടി വെച്ചാൽ പിന്നെ നമുക്ക് എത്ര 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടാകുമ്പോൾ വാർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇതിന് വെള്ളം കൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത്? അതിൻ്റെ അകത്ത് വെള്ളമൊന്നും വേണ്ട. ഇതുപോലെ തോന്നുന്നു. ഇല്ല, ഈ സാധനമാണ് അതിൻ്റെ ചൂട് നിൽക്കുന്ന സാധനമാണ്. ഇത് വേണം അവിടെ ഇങ്ങനെ ഇതിന്റെ മുകളിലാണ്. വീട്ടിൽ തന്നെ വെച്ചാലും മതി അല്ലേ? ഇവിടെ വേണമെങ്കിൽ വെക്കാം. എന്നാ അത് വിറക് വേണ്ട, കറണ്ട് വേണ്ട, അത് കുറച്ച് ഗ്യാസ് വേണം, ഇത്രയേ ഉള്ളൂ. വെള്ളം വറുക്കുന്ന ഗ്യാസ് അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റില്ല, ഗ്യാസിലേ പറ്റൂ. ഈ സാധനം ഗ്യാസിൽ വെക്കാം, അതെടുത്ത് വെച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഇതിൻ്റെ അത് ചോറാക്കാൻ പോകുന്നത്. നമുക്ക് ആക്കാലോ. അതെ, അപ്പൊ വെള്ളം വച്ചിട്ട് നമുക്ക് അതിലിപ്പം അരിയിടാം. ചൂട് വെള്ളം വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വേവുള്ള അരിയാണിത്. അപ്പോൾ ഇത് അരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇതാ നമ്മളെ പച്ച അരി തന്നെയാണ് ഇതാ. ഇനി നമുക്കിത് വാങ്ങി പച്ചരി ഒരു 2 തള വന്ന് നിന്നേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് മൂടി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ പണിയെടുക്കാം. ഓഫാക്കട്ടെ. അതാ മെയിൻ അതിൻ്റെ സാധനം. അത് ഇതിൻ്റെ അകത്ത് വെച്ചു. ഞാനൊന്നും ശരിക്കും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പറയണത് കമൻ്റ് ഇടണേ. അപ്പോൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നോക്കിയിട്ട് വറക്കാം. ഇങ്ങനെയാ മോളും പറഞ്ഞത് അല്ലേ? ഏച്ചി വാങ്ങിയിട്ടുണ്ടല്ലോ, ഏച്ചി പറഞ്ഞ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓ ഒരു മിനിറ്റ് കണ്ടാ, ശരി പറയുമ്പോ ഇത് മൂടിയിട്ട് വേണം. ഇനി നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച പണികളെല്ലാം കറിയെല്ലാം ആയിട്ടാകുമ്പോൾ മല്ലയെടുത്തിട്ട് വാർക്കാം. അപ്പോൾ സാധാരണ ഒരു അരി അടുപ്പത്ത് വേകണമെങ്കിൽ വെള്ളം ചൂടായി തിളപ്പിച്ച് 1-1.5 മണിക്കൂർ, വലിയ കുറുവല്ലാണെങ്കിൽ 2 മണിക്കൂർ കാത്തിക്കണം. അത് മാത്രമല്ല ഊതി ഇടക്കിടക്ക് വന്ന് ഊതി കൊടുക്കണ്ടേ, അടുപ്പിൽ വിറകുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതാകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഗ്യാസിൽ തിളപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ബാക്കി പണിയെല്ലാം ഒരുങ്ങുമല്ല, അത് പിന്നെ വന്നിട്ടല്ലേ വാർക്കണ്ടോ. ഞാനേ ഇതിപ്പോൾ ലാസ്റ്റുള്ളൂ കേരളത്തിൽ, ഇന്ത്യയിൽ വെച്ചിട്ടും തോന്നുന്നു കേട്ടോ. ബാക്കി എല്ലാവരും ഉപയോഗിച്ച്. അപ്പോൾ എന്തായാലും ഞാനിത് ഉപയോഗിച്ച് നോക്കാച്ചിട്ട് ആദ്യമായിട്ട് വിട്ടുപോയി. ഇനിയിപ്പൊ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ അതെ, അത് ഞാൻ ലാസ്റ്റ് അറിയൂ എല്ലാരും. അപ്പൊ എന്തായാലും ഇതാ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലും അലക്കണം, കറി വെക്കണം, എന്തെങ്കിലും പണിയുണ്ട്. എല്ലാം തീർത്തിട്ടുണ്ട്, വറക്കാലോ നോക്കാലോ. അതെ, വായി കിട്ടിയാലെല്ലാം പറയാൻ കഴിയേ. അപ്പൊ 1-1.5 മണിക്കൂറായി. അപ്പൊ നമുക്ക് നോക്കാം ചോറ് എന്തായി നിന്ന്. ചോറ്
ഓ ചോറ് വെന്ത് കുറച്ച് വെള്ളം ആക്കിയിട്ട് വാർക്കട്ടെ. സക്സസ് അല്ലേ? ഇതിനിപ്പോ ഇങ്ങനെ കരിഞ്ഞു ഇതായി പോല ഒന്നാവില്ല, കരിഞ്ഞു പോന്നോ ഒന്നാവില്ല, ഒന്ന് ഇനിയിപ്പോ വയ്യ കുറെ ലേറ്റ് ആയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിന് ഇല്ല അല്ലേ? അത് വലിയ കുറെ ലേറ്റ് ആയി കഞ്ഞി കുടിക്കാം, ചോറൊക്കെ പറ്റില്ല. നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ടൗണിലെല്ലാം പോയിട്ട് നമ്മള് കാര്യം നോക്കിയിട്ടും വരാം. ശരിയാ, വേറെ ഒന്നും പ്രശ്നമില്ല. ഇനി നമുക്കിത് റൈസ് കുക്കറല്ലേ? റൈസ് കുക്കർ കുറച്ച് വെള്ളം കുറഞ്ഞു, ഇനി കുറച്ച് വെള്ളം ആക്കിയിട്ട് നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ നമ്മളെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വലിയച്ഛൻ്റെ മോനാണ്. കണ്ണെന്നാ വിളിക്കല്ലേ, പേര് ജെറിയിലാണ്. അപ്പോൾ ഓനിങ്ങനെ ബുക്കെല്ലാം ഇതിന് ഇതാന്ന് എല്ലാരും മറന്നു. ഞാൻ കണ്ണെന്ന് വിളിച്ചിട്ട് ഓൻ്റെ പേര് ശരിക്കുള്ള പേര് എനിക്ക് മറന്നുപോയി, അറിയില്ല. അപ്പം ഓന് ബുക്ക് എഴുതിയിട്ടുണ്ടേനു. ആദ്യം തലശ്ശേരിയാണ് വീട്. നമ്മൾ മുമ്പ് ഇവരെ വീട്ടിൽ പോയിരുന്നു, അച്ഛന്റെ ബന്ധത്തിൽ തറവാട്ടിലുള്ള നമ്മൾ ഇവന്റെ വീട്ടിൽ പോരുണ്ടായിരുന്നു. അപ്പൊ അന്ന് എഴുതിയ ബുക്ക് ഏതാണടാ? മിറാക്കിൾ. എനിക്കറിയാം, ഞാൻ നൂറ് ചോദിച്ചു പറയാൻ വേണ്ടി. അപ്പോൾ മിറാക്കിൾ ബുക്ക്. അതിന് ശേഷം രണ്ടാമത്തെ ബുക്ക് പാതിരാപ്പുള്ളി ജെറിൻ തുണേരി. അപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതിയിരിക്കുമെന്ന് പറയൂ ജെറിൻ. പിന്നെ പുസ്തകം എഴുതിയ സമയത്ത് രണ്ടാമത്തെ പുസ്തകം ഇവരെ കൊണ്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ പുതിയൊരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്ന സമയത്തും ഇപ്പോൾ കുടുംബ ബന്ധത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന മറ്റൊരു യൂട്യൂബർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രത്തോളം കുടുംബത്തിന് പ്രാധാന്യം, ഒരു ഫോട്ടോസിൽ പോലും ഒറ്റക്കൊരു ഫോട്ടോസ് ബിജുവേട്ടൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഫാമിലിക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാൻ തന്നെ ഇതിലെ കഥയും മനുഷ്യരെ പറ്റിയും മനുഷ്യൻ്റെ സ്നേഹങ്ങളെ പറ്റിയും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ പുസ്തകം പ്രകാശനം ചെയ്യണം എന്ന് എനിക്കുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നടത്തി തന്നതിൽ ഇവരോട് ഒരുപാട് നന്ദി. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇവന്റെ വീട്ടിലെല്ലാം പോയി നിന്ന് കളിച്ച് ഒരാഴ്ച നിന്നിട്ടെല്ലാം പോക്കാന്ന് അച്ഛൻ്റെ കൂടെ പോയിട്ട്. അന്നേരം എനിക്കും അറിയില്ല ഞാൻ ഇടുക്കി വരുമെന്ന്, ഇവനും അറിയില്ല. അത് ചെറുപ്പത്തിലെ ബന്ധം അങ്ങനെയാ മോളെ. അത് മറക്കാതെ കാത്ത് സൂക്ഷിച്ചിട്ട് നമുക്ക് എപ്പോ ഓർമ്മ വരുന്ന കാലം മുതൽ സൂക്ഷിക്കേണ്ടതാണത്. തീർച്ചയായും അന്നൊന്നും കവി മലയാളം സംസാരിക്കുക പോലുമില്ല. ഇന്ന് ലോകം അറിയപ്പെടുന്നതിലേക്ക് നമുക്ക് വലിയ അഭിമാനമുണ്ട്. മലയാളം തീരെ സംസാരിക്കാത്ത രീതിയിൽ. അതെ, അതിന്റെ കൂട്ടത്തില് നല്ല ബുക്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ മിറാക്കിൾ. അതുപോലെ പാതിരാപ്പുള്ളിന്റെ കഥ ഞാൻ നോക്കി, നന്നായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ഞങ്ങളെ കുടുംബത്തിന് ഭാഗത്തുനിന്ന് നേരുവന്ന്. എന്നും കുറേ എഴുതട്ടെ അല്ലേ, എല്ലാ എഴുത്തന്നെ മാറട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ബുക്ക് അടുത്ത് വരാൻ പോകുന്നു. മാതൃഭൂമിൻ്റെ അവരെന്നെ മാതൃഭൂമി എഴുതാൻ വേണ്ടി പോകുന്നത്, എഴുതിക്കൊണ്ടിരിക്കുമെന്ന് നമ്മളെ ജീവചരിത്രം. അപ്പോൾ അതൊരു കഥയായിട്ട് വരും. അപ്പോൾ പറയാം, ഈ ബുക്ക് കാണാൻ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പണ്ടേ ഉള്ള ഒരു ഭയങ്കര പ്രാന്താന്ന് ബുക്ക് വായിക്കൽ. അപ്പോൾ ബുക്ക് എഴുതുക അതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ അതിൽ എന്തായാലും നീ ആ വഴിക്ക് വന്ന് ഇവിടെ ഒരു എത്തിയിരിക്കുന്നതിന് ഭയങ്കര സന്തോഷം. വളരെ സന്തോഷമുണ്ട്. കാരണം ഇവരെ കൈകളിൽ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഏതൊരു എഴുത്തുകാരൻ്റെയും വലിയ ആഗ്രഹമാണ് നമ്മുടെ പുസ്തകം നമ്മുടെ അച്ചടി മഷി പോരുണ്ട് കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇവർ ചെയ്തതിൽ വളരെയധികം എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ വിജയോട്ടും പറയും. നമ്മൾ ഇത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ കവി, അപ്പോൾ ജെറിൻ്റെ ഈ ബുക്ക് നമുക്ക് ഇതൊരു അവസരം കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ പ്രകാശനം ചെയ്തായിട്ട് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോപ്പികൾ കുറേ വിറ്റെഴുതിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ ബുക്ക് സ്റ്റാൾ വഴിയുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജെറിൻ തുണേരി ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ വഴിയും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കും. അല്ലാതെ ബുക്ക് സ്റ്റാൾ വഴിയും പുസ്തകം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിറാക്കിൾ ബുക്ക് കാണിച്ചപ്പോൾ ഒരുപാട് ആൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകവും ഒരുപാട് ചിലവായിട്ടുണ്ട് ആ ടൈമിൽ. ബുക്കുകൾ സ്നേഹിക്കുന്നവർ ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ജെറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുക, ജെറിൻ തുണേരി. ഫേസ്ബുക്കിലും അപ്പോൾ എല്ലാം അന്വേഷിച്ചാൽ ബുക്ക് കിട്ടും. ബുക്കിൻ്റെ ആദ്യത്തെ ഒരു വരി നമ്മൾ വായിക്കണമല്ലേ, അങ്ങനെയല്ലേ എൻ്റെ ഇത്. അവർ എന്ത് കരുതുന്നു എന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്. ആദ്യം മറ്റുള്ളവർ നമ്മളെ പറ്റി കേൾക്കരുത്, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് തുടങ്ങുന്നത്. നന്നായിട്ടുണ്ട്. അതായത് നല്ല തോട്ട് കാര്യങ്ങൾ, നല്ല സഹനത്തിന്റെ ഗർഭപാത്രം, അത് മുതലാണ് കഥ തുടങ്ങുന്നത്. എല്ലാ കഥകളും ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളും മനുഷ്യരുടെ കഥകളും ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടൊന്നും എഴുതി ചേർത്തിട്ടില്ല. എല്ലാം ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് നമ്മൾ കഥയാക്കിയത്. എല്ലാവിധ ആശംസകളും. അടുത്ത ബുക്കും പെട്ടെന്ന് തന്നെ ആട്ടെ. ഈ ബുക്ക് നന്നായിട്ട് പോട്ടെ. നമ്മളെ കുടുംബത്തിന്റെയും നമ്മളെ യൂട്യൂബ് എല്ലാവരും ആശംസകൾ. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. വൈകുന്നേരം നമ്മൾ രാവിലെ നടന്നു, വൈകുന്നേരം നടക്കാൻ വന്നിട്ടുണ്ട്. വയലും നോക്കിയിട്ട് നടക്കാച്ചിട്ട് ഇങ്ങോട്ട് വന്നെയാണ്.
കഴുകിയിട്ട് നടക്കേണ്ട ആ ഒരു ഇതില്ലേ സുഖമാണ്, നല്ല സുഖമാണ്. ആ മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ കൂവ കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. മോക്കെല്ലാം കാണുമ്പോൾ അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു കൊണ്ടുവച്ചിന്. അപ്പോൾ ഇത് വെക്കാൻ ഇന്നുള്ള സമയം കിട്ടിയിട്ടില്ല, ഇന്ന് ഞാൻ വെച്ചു. അതുകൊണ്ട് ചായയൊക്കെ കൂട്ടാനാക്കിയിട്ടുണ്ട്. മോക്ക് വെള്ളപ്പറ്റോട് കൂടിയാണ് വേണ്ടത്, വറുത്തിട്ട് ആ ഉലവൊക്കെ ഇഷ്ടമല്ല. ഇതാ അതിൻ്റെ ഇത് നല്ല കുറച്ചാൽ നല്ല രസം ഉണ്ടാവും, ഈ പാല് പോലത്തെ സാധനം. അതിൻ്റെ 100 ഇത് ഈ വെള്ളം കൂവ. കൂവ ഇതാ. കുറച്ച് വെള്ളം ഇതാക്കി. അത് കുറച്ച് വെള്ളം, ഓക്ക് വെള്ളം വേണം, അല്ലാതെ ഓക്ക് പിടിക്കൂല. കൂവ 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 കൂവ. ഇത് എന്ന് പറഞ്ഞാല് നല്ല സാധനമാണ്. ഇതിനിപ്പോ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് വെക്കുന്നില്ലെങ്കിൽ നമുക്ക് നീളത്തിൽ പൊളിച്ചിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി വെളിച്ചെണ്ണ നനച്ചാൽ അങ്ങനെയും നല്ല കടിച്ചു തിന്നാൻ രസം ഉണ്ടാവും പല്ലല്ലേ കൂട്ടർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് റൈസ് കുക്കറിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി അങ്ങനെ ആയി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.